സ്റ്റേജിലേക്ക് കയറുമ്പോൾ എനിക്കറിയാം ആ വേദിയിലുള്ള ഒരു 99% പേരും ഈ പാട്ട് പാടാനായിരിക്കും മനസ്സിലാക്കി. തീർച്ചയായിട്ടും ഇന്നും ജയേട്ടൻ്റെ ഏത് സ്റ്റേജ് ഷോയിലും ഒരുപക്ഷെ അവിഭാജ്യ ഘടകം തീർച്ചയായിട്ടും ഈ പാട്ടാണ്. ദേവരാജൻ മാഷ് ഒന്ന് കളിപ്പിച്ചു. ഇത് നിന്നെ കൊണ്ട് വെറുതെ പാടിപ്പിച്ചിട്ട് അത് ദാസിനെ കൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയല്ല, ഉണ്ടായത് പറഞ്ഞുതരാം. ഈ ആദ്യം താരുണ്യം തന്നുടേ ഒരു പാട്ടുണ്ട്, അതാണ് നിൻ്റെ എന്ന് പറഞ്ഞു. ഒരു ചെറിയൊരു ഇതിലുള്ള പാട്ടാണ്. അപ്പം മറ്റേ പാട്ട് അത് പഠിക്കുന്നത്. അടുത്തൊരു പാട്ടുള്ളത് നീ പഠിച്ചു വെച്ചോ, അത് ദാസിൻ്റെ പാടാനുള്ളതാണ് ഈശോ. അപ്പം ഈ പാട്ട് കഴിഞ്ഞ് മഞ്ഞളയിൽ മുങ്ങി തോർത്തി, ഞാൻ ഈ പാട്ട് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഭഗവാനെ ആലോചിച്ചു. അത് പുള്ളി ശിക്ഷ അവിടെ ശിക്ഷിക്കണം. ശിക്ഷ എപ്പോഴും ശിക്ഷയുള്ളതാ. അത് യേശുവിൻ്റെ പാട്ടാണ്, നിൻ്റെ പാട്ട് ഇതാ അത് അടിയാണ്. അതിന് ഈ പാട്ട് റെക്കോർഡിങ് താരുണ്യം കഴിഞ്ഞപ്പോൾ കൃഷ്ണനായർ സാറാണ് ഡയറക്ടർ, എം കൃഷ്ണനായർ. അദ്ദേഹം വന്നിരിക്കുന്നുണ്ട്. റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ മറ്റേ പാട്ടേ മഞ്ഞലയിൽ നിന്ന് 2 ലൈൻ മൈക്കിൽ പാട്. ഞാൻ ഈ പാട്ടി റെക്കോർഡ് ചെയ്ത് 100 പ്രാവശ്യം പാട് ഫുള്ളായിട്ട്, ഓർക്കസ്ട്ര വിത്ത് ഓർക്കസ്ട്ര. 1 പ്രാവശ്യം കൂടെ പാട്. ഇനി ഇങ്ങോട്ട് പോര്, ദാസ് ഇപ്പോൾ വരും. അപ്പം ഞാൻ ദാസ് വരുമോ, കഴിഞ്ഞു നമ്മുടെ പണി, നല്ലൊരു പാട്ട് പോയി. ശരി ഭഗവാന് ഉണ്ടണ്ട അങ്ങോട്ട് വന്ന്. അപ്പോൾ ഈ ദേവരായ മാസ്റ്റർ ഇരിക്കുമ്പോൾ നമ്മൾ കൺസോളിലേക്കൊന്നും വരില്ല, അനുവാദമില്ല. റെക്കോർഡിങ് ഒക്കെ ഞങ്ങൾ നീ പാട്ട് കഴിഞ്ഞാലേ പണം മേടിച്ചങ്ങ് പൊക്കോ, അത്രേ ഉള്ളൂ നമ്മുടെ വഴി. അപ്പോൾ ഞാൻ പാടാന്ന് പറഞ്ഞാൽ 50 രൂപയാന്ന്. ആ കാലത്തെ വലിയ എമൗണ്ട് മേടിച്ച് പോക്കറ്റിട്ട് വന്നപ്പോൾ സാറ് കൃഷ്ണനായർ സാറ് മുറുക്കി തുപ്പുക. സാറേ പാട്ട് നന്നായിട്ടോ, നല്ല ആദ്യത്തെ പാട്ടും 2ാമത്തെ പാട്ടുണ്ട്. 2ാമത്തെ പാട്ട് അത് ദാസേട്ടൻ പുള്ളി ചുമ്മാ പറഞ്ഞില്ലേ അതിൻ്റെ പാട്ടാ. ദൈവമേ ഒരു പാട്ട് കിട്ടിയില്ലത്. അന്ന് ഞാൻ മുകളിലേക്ക് നോക്കി, ഈശ്വര ഒരു പാട്ട് കിട്ടി.